ഹായ്, നമസ്കാരം. ഷാജീസ് കുറിയന്നൂർ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, എന്തിനാ ഈ കുറിയന്നൂർ സംസാരിക്കുന്നത്? അപ്പം കുറിയന്നൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുപേരല്ല, എൻ്റെ ഗ്രാമത്തിലെ പേരാണ്. അപ്പം എല്ലാവരെയും അറിയപ്പെടുത്തുന്നു. അപ്പം ഇത് വളഞ്ഞാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ ഡ്രോൺ ക്യാമറയിലെടുത്ത DJ-A2 Mark 2 നമ്മുടെ ഡ്രോൺ ക്യാമറയുടെ കുറച്ച് ദൃശ്യങ്ങൾ. അപ്പോൾ ഇതും അമ്മച്ചി കൊട്ടാരത്തിൻ്റെ കുറച്ച് ആകാശ ദൃശ്യങ്ങളും വരുന്നുണ്ടാകും. അമ്മച്ചി കൊട്ടാരത്തിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തായിരുന്നു. അതിൻ്റെ ആകാശ വ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്. അതോട് ചേർത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മത്തായി കൊക്കയുടെ വീഡിയോ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Where the neon glows, every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. Paint the struggle and climb. The clock keeps spinning but I'm owning my time. Words like puzzle pieces fitting tight in the rhyme. Snares punch louder than the city's own chime. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Beat kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. Each corner whispers a hero fell. Smooth flow cutting through the urban scale, where truths are spoken and tales unveiled. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Beat kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. At night, soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. ഗൈസ്, ഇനിയും ഡ്രോണിൻ്റെ കാഴ്ച മുകളിലോട്ട് നമുക്ക് ഉയർത്താനായിരുന്നു ക്യാമറയെ. അപ്പം മുകളിൽ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉയർത്താത്തത്. അശാക്കലവട്ടം നമ്മൾ ഉയർത്തിയിട്ടുള്ളൂ. അതിമനോഹരമായ തേയിലത്തോട്ടത്തിന് ഇടയിലൂടെയുള്ള കൊച്ചു റോഡ്, അതിൻ്റെ കുറച്ച് വിഷ്വൽസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മുടെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു സപ്പോർട്ട് തരണേ ഗായ്സ്. ഒരു സബ്സ്ക്രൈബ്, ഒരു ലൈക്ക് അടിക്കുമ്പോഴും ഒരു ഷെയർ അടിക്കുമ്പോഴും ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത്രയ്ക്കും മനസ്സിന് നല്ല സന്തോഷമാണ്. ഇതെൻ്റെ വിജയമല്ല ഗായ്സ്, അത് നിങ്ങളുടെ വിജയമാണ്, ഒരു സപ്പോർട്ട് എനിക്ക് തരുമ്പോൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. ഈ സ്ഥലം വരുന്ന വാഗമരം വ്യൂ പോയിന്റിൽ അവിടെയാണ് ഗായ്സ് ഈ സ്ഥലം വരുന്നത്. ഞാൻ എത്ര പ്രാവശ്യം ഈ റൂട്ട് വഴി ഞാൻ പോയിട്ടുണ്ട്.
ഏലപ്പാറയിൽ ഭാസ്കര ഹോട്ടൽ ആൻഡ് ബേക്കറി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോഴായിരുന്നു ഇരട്ടയുടെ മൂവി ലൊക്കേഷൻ വരുന്നത്. അന്ന് എനിക്ക് ഇത് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. ഈ വഴി പോകുമ്പോൾ മനോഹരമായ റോഡാണ്. വീതി കൂട്ടിക്കഴിഞ്ഞപ്പോൾ അപകടങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവും. ഞാൻ വരുന്ന സമയത്ത് രാത്രി തിരിച്ചങ്ങോട്ട് പോയപ്പം ഒരു കാറും ഒരു സ്കൂട്ടറും ഒരു ബൈക്കും കൂടെ കൂട്ടിയിടിച്ച് ആ പയ്യന് നല്ല പരിക്കുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ പയ്യൻ്റെ ആരെങ്കിലും അറിയാവുന്നവരൊക്കെ ഈ വണ്ടി തിരിച്ചറിയുവാണെങ്കിലേ അതിനുവേണ്ടിയാണ് ഞാൻ യൂട്യൂബിലിട്ടെ. അപ്പോൾ ആ ഈ വീഡിയോ അപ്പോൾ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയിക്കുക. എങ്ങനെയുണ്ടോ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ? അടുത്തുള്ള യൂക്കാലി മരങ്ങളൊക്കെ എത്ര വർഷം പഴക്കമുണ്ടെന്നറിയാം. ഇത് സായിപ്പ് വെച്ചതാണ് ഈ തേയിലത്തോട്ടങ്ങൾ. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നോക്കി നമ്മുടെ മയിലിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇവനൊരു രക്ഷയില്ലാത്ത പോക്കാ പോകുന്നത്. ഏത് കയറ്റം ഉണ്ടല്ലോ വലിച്ചു കയറിക്കോളും. ഇന്നേക്ക് 4 വർഷമായി മയിൽ എൻ്റെ കൂടെ കൂടിയിട്ട് എൻഡോർക്ക്. Concrete drains where the neon glows. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. Graffiti on the walls paint the struggle and climb. The clock keeps spinning but I'm owning my time. Words like puzzle pieces fitting tight in the rhyme. Snares punch louder than the city's own chime. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. Street lights flicker on this endless trail. Each corner whispers a hero fell. Smooth flow cutting through the urban scale, where truths are spoken and tales unveiled. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight. At night, soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight.
A saxophone whispers where shadows go. Gentle piano paints the twilight's hue as cobblestone sighs beneath our shoe. The books are sleeping on the dusty shelves with stories of lives and forgotten selves. A cafe's hum, a gentle drum in play echoes the footsteps of an endless day. Oh, city lights, they flicker like a dream. Reflections murmur on a flowing stream. Philosophy spills with each thought we sow, and wistful wanderings of all we know. The drizzle dances softly on the street, its rhythm a pulse beneath our retreat. Old stories rise with the scent of rain. The sax sings again, an ache, a refrain. Oh, isn't life a fleeting kind of art? The tender kind that lingers in the heart. A whispered question hangs dearest muse, with answers wrapped in the city's blues. Oh, city lights, they flicker like a dream. Reflections murmur on a flowing stream. Philosophy spills with each thought we sow, and wistful wanderings of all we know. ഗൈസ്, ഇതാണ് അമ്മച്ചി കൊട്ടാരത്തിന്റെ ആകാശ വ്യൂ. ആസ്പെറ്റോസ് ആണ് ഇട്ടിരിക്കുന്നത്. മേളി നോക്കിയേ, അത് പണ്ട് കാലത്ത് ഇവിടെ തണുപ്പ് കൂടുതലായിരിക്കുന്ന സമയത്ത് പുകക്കൊള്ളില് തീ കായുമ്പോൾ ഉണ്ട്, മേളോട്ട് പുക പോവും. അതിന്റെ അങ്ങോട്ട് മരം നടുക്കത്തെ 4 ചുറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ 4 വശവും കാണുന്ന പൈൻ ഫോറസ്റ്റാ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പിടിപ്പിച്ച ബ്രിട്ടീഷുകാര് അവരുടെ കാലത്ത് പിടിപ്പിച്ചതാണ് ഈ സംഭവം. എല്ലാം സത്യം പറഞ്ഞ ഇതെല്ലാം മൊത്തം പൊളിഞ്ഞു കിടക്കുക. സംരക്ഷിക്കേണ്ട സമയം ആയി. ഇത് കുട്ടിക്കാനത്ത് ടൗൺ ഭാഗത്ത് കാണുന്നതാണ്. അപ്പോൾ ഫാമിലിയായിട്ടും കപ്പിൾസിനും എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാവുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ ആദ്യം ഒന്ന് വഴി തെറ്റി പോയായിരുന്നു. പിന്നെ രണ്ടാമതൊരു വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ ആള് വഴി പറഞ്ഞു തന്നു. ഡ്രോണിട്ട് ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു ഭംഗിയായി കാണാൻ. എനിക്ക് ഇഷ്ടം എന്തോന്ന് ചോദിച്ചാൽ ഈ പൈൻ ഫോറസ്റ്റിന്റെ കാഴ്ചകളായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഇത് നടുമുറ്റോ എത്ര വർഷം പഴക്കം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല വർഷം പഴക്കമുള്ള ഇത് 4. ഹായ്, നമസ്കാരം. പീരിമേഡിലോട്ട് പീരിമേഡ് കഴിഞ്ഞിട്ട് മത്തായി കൊക്ക എന്ന് പറയാൻ പേര് വരാനൊരു കാരണമുണ്ട്. അറിയാവോ? വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ചരക്കുമായിട്ട് ഇതുവഴി പോയായിരുന്നു കാളവണ്ടിയിൽ. അപ്പം മത്തായി നാളുടെ പേര്. അപ്പം മത്തായി പോയ കൂട്ടത്തിൽ കാളവണ്ടി അപകടത്തിൽപ്പെട്ടു, കൊക്കയിലേക്ക് പോയി. അത് പിന്നെ ഈ സ്ഥലത്തിന് പേരാ മത്തായി കൊക്ക. വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ ഒരു അപകടം നടന്നിരുന്നു. ഒരു ബസ് മറിഞ്ഞ് 6 പേരോളം മരിച്ചിരുന്നു. മത്തായി കൊക്കയിലെ കാഴ്ചകളൊക്കെ കാണണ്ടേ? വണ്ടികൾ ഇങ്ങനെ തെരുവരാ പോയിക്കൊണ്ടിരിക്കും. ഒന്നത്തെ കാര്യം, ഈ വഴിക്ക് വീതി
കുറവാണ്. ഈ മേളിലാണെങ്കിൽ ഭയങ്കര പാറയെന്നുള്ള കല്ല് ബലമായിട്ട് താഴെ വരുമ്പോൾ വണ്ടി ആക്സിഡന്റ് ഉണ്ടാവും. മത്തായിയുടെ ആത്മാവൊക്കെ ഇതുവഴി കറങ്ങി കിടപ്പുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ മത്തായിക്കൊക്കെയുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. വളവിന് വെച്ച് ഓവർടേക്ക് ചെയ്യും. ഒരു സൈഡിൽ പണി നടന്നുകൊണ്ടിരിക്കുക, എന്നാലും നോക്കിക്കണ്ട് വരേണ്ടതാ. വണ്ടിയുടെ ചാവി ഊരിയല്ലോ എന്നാ നോക്കിയത്. ശക്തമായ പാറയാ സംഭവം. കണ്ടോ, പാറക്കെട്ട് ഇടുങ്ങിയ വഴിയാ. കുറെ കൂടെ ഒരു വണ്ടി വരും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടുങ്ങിയ ഭാഗമാണ്. കണ്ടോ, ഞാനേ കുഴിക്കാത്ത പോകും. കണ്ടോ, വരുന്ന വഴിയായി. ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ടോ, പാറ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള മേഖലയാൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ആളുകൾ നിൽക്കുവാനും പാടില്ല. എന്ന് വെച്ചാൽ മനുഷ്യന്മാരും ഈ പരിസരത്ത് നിൽക്കാനോ എടുക്കാനോ പാടില്ല. ആകാശത്ത് റോക്കറ്റ് പോകുന്നു. കണ്ടോ, വണ്ടികൾ തലങ്ങ് ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ടൂറിസ്റ്റ് ബസ് വരുന്ന കാഴ്ച കാണണ്ടേ. ഉണ്ടോ, ഇത് കൊള്ളാമല്ലേ ചേട്ടാ പരിപാടി. ഞാൻ കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നേക്കോ ഇടുക്കിയുടെ. ഇവിടെ അല്ലേ പണ്ട് മത്തായി എന്ന് പറഞ്ഞ ആള് മരിച്ചേ? മത്തായി മരണപ്പെട്ട സ്ഥലമാണ്. ഉണ്ടോ, വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് പോയിരുന്നു. വീതി കുറഞ്ഞ സ്ഥലമായണ്ടേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതാണ് എന്റെ പാറക്കെട്ട്. കണ്ട, സൂം ചെയ്തിട്ടുണ്ട്. ആകാശത്തോടെ ഒരു റോക്കറ്റ് പോയിക്കൊണ്ടിരിക്കുക. കണ്ടാ, മത്തായി പണ്ട് കാലത്ത് ചരക്കുമായിട്ടെ ഇവിടെ വന്നായിരുന്നു. വന്ന കൂട്ടത്തിൽ പുള്ളിക്കാരന്റെ വണ്ടി എന്തത് കാളവണ്ടി അപകടത്തിൽപ്പെട്ട് പുള്ളിയും കാളയും ഉൾപ്പെടെ നേരെ ഈ കുഴിക്കകത്ത് പോയോണ്ടാണ് ഇതിനിവിടെ മത്തായി കൊക്ക എന്ന് പേരിട്ട്. ചില ആൾക്കാർ പറഞ്ഞു മത്തായി ഇവിടെ അലഞ്ഞിരിഞ്ഞ് കിടപ്പുണ്ട്. അതൊക്കെ പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിനു മുമ്പ് ഒരു പ്രൈവറ്റ് ബസ്. ഓ യോ, എന്നാ കൊല്ലല്ലേ. ഇപ്പൊ ഒരു വണ്ടി കിട്ടിയ മത്തായിക്ക് പകരം ഞാനും പോയേനെ. ഇപ്പൊ ഗൈസ്, ഇവിടുന്ന് ഒരു താഴോട്ട് ഒരു ബസ് പോയി കഴിഞ്ഞാല് ഏത് ഗ്രാമത്തിലാ കിട്ടുന്നേ? മലക്കം മറിഞ്ഞാണ്ട് ആ വാരിക്കുഴി ചെന്ന് നോക്കിയേച്ചാൽ മതി. ഇവിടുന്ന് ഒരു വണ്ടി മറിയുവാണെങ്കിൽ ഏകദേശം ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു 50 അടി ഇങ്ങനെ ഉരുണ്ടോണ്ടേ ഇരിക്കും. 50 പ്രാവശ്യം ഉരുണ്ടുണ്ട് താഴെ പോയി കിട്ടും. അങ്ങനെ പണ്ട് കാലത്ത് ഇവിടെ ബസ് മറിഞ്ഞ് 6 പേർ മരണപ്പെട്ടായിരുന്നു അന്നത്തെ കാലത്ത്. അന്നത്തെ ഒരു മധുര നൊമ്പരക്കാറ്റെന്ന് പറഞ്ഞ സിനിമയില് ഇതിനെപ്പറ്റി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു.
ഇത് പാറയെ രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് റോഡ് ഉണ്ടാക്കിയെന്നാണ് വിശ്വാസം. വിശ്വാസം എന്നല്ല പറയുന്നത്. കൊച്ചു കൊച്ചു വഴികളാണ്, കണ്ടിട്ട് എന്താ കാര്യം. സത്യം പറഞ്ഞാൽ ഈ വഴിയെ വീതി കൂട്ടുവാണെങ്കിലേ ഇച്ചിരി ആക്സിഡന്റ് ഒക്കെ കുറയൊക്കെ ചെയ്യും. താഴോട്ട് കുട്ടിക്കാനം പോകുന്ന ഇറക്കമാ. കഴിവും ഡ്രൈവറൊക്കെ ബ്ലൈൻഡർ ചൂടാവും. അപ്പോൾ പ്രത്യേകം നോക്കുക. ഇവിടെ CCTV നിരീക്ഷണത്തിലാണ്. ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ, CCTV നിരീക്ഷണത്തിലാണ്. കണ്ടോ, ഇനി അത് വർക്കാണോ ഇല്ലയോ എന്ന് ഒരു പിടിയില്ല. എന്നാലും ഈ പരിസരത്ത് കൊണ്ട് വേസ്റ്റൊക്കെ കൊണ്ട് തട്ടുന്നുണ്ട്. CCTVയുടെ താഴെ തന്നെ ഞാൻ വേസ്റ്റ് കുറച്ച് കാണിച്ചു തരാം, കണ്ടോണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. ഇതുണ്ട് താഴെ കുട്ടികളുടെ പാമ്പർ ഉണ്ടോ. ഇതുണ്ട് തങ്ങി നിൽക്കുന്നുണ്ടോ വേസ്റ്റുകളൊക്കെ. ഇത് വണ്ടിയെന്ന് വരുമ്പോൾ ഒറ്റ ഏറെ അങ്ങോട്ട് താഴോട്ട് കൊടുക്കും. പൊടി പോലും ഇല്ല അളിയാ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ ഉണ്ടാവും. അപ്പം ഇനി പരുന്തുംപാറയുടെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം. അപ്പോൾ പരുന്തുംപാറയുടെ ഡ്രോൺ ദൃശ്യങ്ങളായിരിക്കും ഇനി വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മത്തായിക്കൊക്കെ വഴി വരുവാണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. വാഹനങ്ങൾ ഞാൻ നിർത്തി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഈ വണ്ടി കയറി വരും. അപ്പോൾ ഈ വഴിക്ക് വീതിയില്ല. മത്തായി പോയതിൻ്റെ കൂട്ട് വണ്ടി ഇടിപ്പിച്ച് തന്നെ ഈ കൊക്കയിലോട്ട് തട്ടും. പിന്നെ 10-12 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ബോഡി വല്ലതും കിട്ടിയാൽ കിട്ടിയില്ലേ ഇല്ല. ആ രീതിയുള്ള സ്ഥലമാണ്. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് വണ്ടി താഴോട്ട് പോകാതിരിക്കാനോ. ഇത് നല്ല സ്ട്രോങ്ങിലാന്ന് തോന്നുന്നു ഇത് പിടിപ്പിച്ചേക്കുന്നത്. ഒരു സാധനം ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം ഈ സാധനം ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് നട്ടുപോളിട്ട് മുറുക്കണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒന്ന് ഒതുങ്ങി നിൽക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിട്ട് കിട്ടും പണി. ഒരു KSRTC പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നടന്നു പോകാനും അത്രയ്ക്കും വലിയ പ്രയാസമാണ്. അപ്പം മത്തായിക്കൊക്കയുടെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റോഡിന്റെ കാഴ്ചകളും പരിസരത്തൊക്കെ ആയിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്തേക്കുന്നത്. അപ്പോൾ ഈ ഇടുക്കിയിലെ തേയില പിടിപ്പിച്ച ഒരാളുണ്ട്, JD മൺട്രോ. അദ്ദേഹത്തിനെയും ഈ കുട്ടിക്കാനം പള്ളിയിൽ അടക്കം ചെയ്ത് അദ്ദേഹത്തിന് സഞ്ചിതകാരിയ കുതിരയും പീരിമേട് അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഞാൻ നേരത്തെ പീരിമേടൊക്കെ പോയിട്ടുണ്ട്. കുട്ടിക്കാനത്തെ ആ ബ്രിട്ടീഷ് സെമിത്തേരി പള്ളി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതാണ്, അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചയും കണ്ട് അഞ്ചുരുളി തണലൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അഞ്ചുരുളി തണലും ഉണ്ട്, പിന്നെ ഉള്ളതെന്നുള്ള പരുന്തുംപാറ, അതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാമോ? ഞാൻ ഇച്ചിരി റോഡിൽ നിന്ന് ഇച്ചിരി മാറി ഇങ്ങോട്ട് നിൽക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിലേ KSRTC ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമാണ്. കാരണം ഈ വഴിക്കും വീതി കുറവ്. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ 2 KSRTC വന്ന് നമ്മൾ ശാലം ഒതുങ്ങി കൊടുക്കണം. അത് ചെറിയൊരു ആക്സിഡന്റ് എനിക്ക് കുറച്ചു മുമ്പേ പറ്റണ്ടായിരുന്നു. ആ ഒരു കാറുകാരൻ ആ സൈഡിൽ നിന്ന് വീഡിയോ ഇൻട്രോ ചെയ്യുന്നതിന് സമയത്തും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കാറുകാരൻ മുട്ടിയില്ലാത്ത നേരെ എൻ്റെ നേരെ ഇടിച്ചോണ്ട് പോയി. ഈ ഡ്രോൺ ഇടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും പോയി. ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അപ്പുറത്തോട്ട് മാറാൻ പറ്റുമോ? അതുമില്ല, അവിടെ ഭയങ്കര കൊക്കയാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ശരി എന്നാൽ.